ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് ചെയ്യുന്നത് പുതുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ മോഡ് ആഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് മാപ്പ്, അതേപോലെ തന്നെ കാറ്, ബസ്, ടൂറിസ്റ്റ് ബസ്, അങ്ങനെ പലതരം മോഡുകൾ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കമൻറ്റ്സ് ചെയ്യാൻ കണ്ടിരുന്നു. അതായത് മോഡ് വർക്ക് ആവണില്ല, അതായത് മോഡ് കയറ്റിയത് കാണുന്നില്ല, മോഡ് കയറ്റിയിട്ട് ശരിയാവണില്ല, കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് ഒരു മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു പോകുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്, അത് കുറേ പേരൊന്നും ചെയ്യാത്ത കാരണമായിരിക്കും നമ്മുടെ മോഡ് വർക്കാവാത്തത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എങ്ങനെ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്, ഫുൾ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തായാലും ബസ് സിമുലേറ്റർ ഇൻസ്റ്റാളേഷൻ്റെ മോഡ് എങ്ങനെ ആഡ് ചെയ്യുന്നത് ഫുള്ളായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള മോഡുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ടൂറിസ്റ്റ് ബസ്സായാലും കാറായാലും ബസ്സായാലും ബൈക്കായാലും അങ്ങനെ ഏത് വണ്ടി വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ എന്ന പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരുവിധം എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൃത്യമായിട്ട് എല്ലാം കാണിച്ചു തരാൻ പോവാണ്. വീഡിയോ കിടക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ എവിടെ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മോഡ് കയറ്റാൻ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ബസ് സിമുലേറ്ററിൽ നമ്മുടെ ബസ്സിൻ്റെ മോഡ്, അതായത് ടൂറിസ്റ്റ് ബസ്സുകളുടെ മോഡ് എങ്ങനെയാണ് കയറ്റാനും, പിന്നെ അതേപോലെ തന്നെ കാറുകളുടെ മോഡ് അല്ലെങ്കിൽ ബൈക്ക് അങ്ങനത്തെ സംഭവങ്ങളുടെ മോഡ് എങ്ങനെയാണ് കയറ്റാനും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. എല്ലാം ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് എന്തായാലും എല്ലാം മോഡ് എങ്ങനെ കയറ്റാമെന്ന് മനസ്സിലാവും. അപ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മൊത്തമായിട്ട് കാണാം. അപ്പോൾ അതേ നമ്മുടെ ബസ് സിമുലേറ്റർ കൂടി ഇൻസ്റ്റാൾ ആയി കഴിയാതായിട്ട്. അപ്പോൾ അതേ നമ്മൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് അലവ് കൊടുക്കണം ഇവിടെ തന്നെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ കമ്പനിയുടെ പേര് മെലിയോ എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം നമ്മുടെ ഗെയിം ഓപ്പൺ ആവും. അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഏറ്റവും പുതിയതാണ്. അപ്പോൾ ഇതിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിന് നമ്മൾ മോഡ് കയറ്റുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഏറ്റവും അടിയിൽ സൈഡിലായിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. അതിൽ ചൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അടിയിൽ ഏറ്റവും അടിയിൽ യൂസ് ദിസ് ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ എലവ് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ മോഡ് ആഡ് ചെയ്താൽ വർക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും മിസ് ചെയ്യാണ്ട് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി ജസ്റ്റ് ഞാനിപ്പോൾ മോഡ് എങ്ങനെ കയറ്റാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ മോഡ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൂറിസ്റ്റ് ബസ് ഡൗൺലോഡ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സെഡോൺ ബസ് മോഡ്സ് ലിവറി ആപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നടുവിലൊരു സംഭവം കാണാം, അതായത് ഒരു ആരോ പോലെ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറേ മോഡുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡ് ഏതാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു മോഡ് ഇപ്പോൾ എടുക്കാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കൊമ്പൻ്റെ ഒരു മോഡ് ഉണ്ട്. ഇതിൽ കൊമ്പൻ്റെ 2-3 മോഡ് ഉണ്ട്. അതിലിപ്പോൾ ഏതെങ്കിലും ഒരു മോഡ് നമുക്ക് എടുക്കാം. അപ്പോൾ അതിവിടെ മുകളിൽ ഏറ്റവും ലെഫ്റ്റിൽ ഏറ്റവും അടിയിൽ കൊമ്പൻ Z1 എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, മോഡ്. അതുമ്പോൾ ആ ഫോൾഡർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിൽ ഡൗൺലോഡ് വരും. അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ മീഡിയ ഫയലിൻ്റെ വെബ്സൈറ്റിലാണ് പോവുക. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡായി സ്റ്റാർട്ടായിട്ട്. പിന്നെ അതിനുശേഷം നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള ലിവറിങ് കൂടി ഡൗൺലോഡ് ചെയ്യണം. അതും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ലിവറി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു അറ്റത്ത് കാണുന്ന ഈ വൈറ്റ് കളർ കൊമ്പൻ്റെ ലിവറി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അതിന് മീഡിയ ഫയലിൻ്റെ വെബ്സൈറ്റ് എത്തും. അതിനുശേഷം ഇവിടെ മുകളിൽ ഡൗൺലോഡ് ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒന്നും കൂടി ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ 2 ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ആയതിനു ശേഷം ഇതെങ്ങനെ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മൾ നമ്മുടെ ഫയൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മൊബൈലിലെ ഫയൽസ്. അതിനുശേഷം നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തതിൻ്റെ പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഡെവിൾ ഐ എന്നാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തതിൻ്റെ പേര്, അതായത് മോഡിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡെവിൾ ഐ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മുടെ മോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, മൂവ് കൊടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ഐ ഡി എടുക്കുക, മോഡ്സ് എടുക്കുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള സംഭവം ഞാൻ ഇവിടെ ഓൾറെഡി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാണ് ഡെവിൾ ഐ ബസ് ഐ ഡി മോഡ്. അപ്പോൾ അതിവിടെ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ലിവറിങ് കൂടി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം ഗാരേജിൻ്റെ ഓപ്ഷൻ എടുക്കുക. ഗാരേജിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത വണ്ടികളൊക്കെ ഇവിടെ വന്ന് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത കാറാണ്. കാർ ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തൊരു ബസ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ യൂസ് കൊടുക്കുക, അടിയിൽ യെസ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മുകളിൽ 3ാമത്തെ ഓപ്ഷൻ, അതായത് പെയിൻറ്റിൻ്റെ ഒരു സംഭവമില്ല, അതെടുക്കുക. ബ്ലൗസ് ലിവറി എടുക്കുക, ഡിവൈസ് ഗാലറി എടുക്കുക. അതിന് ശേഷം നമ്മൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത കൊമ്പൻ്റെ ലിവറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ലിവറി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊമ്പൻ്റെ കാളിയൻ്റെ ലിവറിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിവറി ആഡ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അപ്ലൈ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് നമ്മുടെ ബസ് ഐ ഡിയിലുള്ള ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ
ഫ്രീ ആയിട്ട് നമുക്ക് പരസ്യം കണ്ടിട്ടാലും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ മോഡ് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ട്. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിവറി ശരിയായിട്ട്. അപ്പോൾ അത്രയുള്ള അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള മോഡുകൾ നിങ്ങൾക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ അതിനെ കാതും കൂടി ഡൗൺലോഡ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ എടുത്തതിന് ശേഷം SGC Arena എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന ഈ വെബ്സൈറ്റ് എടുക്കുക. അതിനുശേഷം ഇതിലൊരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്, കാറുകൾ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ ഒരുവിധം എല്ലാ വണ്ടികളിലുണ്ട്. ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ എല്ലാ വണ്ടികളിൽ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഏറ്റവും ഫസ്റ്റ് എടുക്കുന്ന ഈ ഒരു വണ്ടിയിലേക്കാണ്, ജീപ്പ് ഗ്ലാഡിയേറ്റർ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലേക്കാണ് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും അടിയിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അത് ഇവിടെ മുകളിൽ ഡൗൺലോഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഡൗൺലോഡ് ജീപ്പ് ഗ്ലാഡിയേറ്റർ 2019 എന്ന് പറഞ്ഞ പേര് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ഡൗൺലോഡായ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് ഫയൽസ് ടു എന്ന് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ജസ്റ്റ് ഇവിടെ എക്സ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീപ്പ്. അപ്പോൾ അത് ജീപ്പിൻ്റെ ഇവിടെ ഒരു ഫയലായിട്ട് കാണാം, ജീപ്പ് ഗ്ലാഡിയേറ്റർ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുവിൽ ഏറ്റവും മുകളിലായിട്ട് മെയിൻ ഫയൽ കാണാം. അതെടുക്കുക, മൂവ് എടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള സംഭവം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഗാരേജിൽ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത വണ്ടി, ജീപ്പ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചത് പെട്ടെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വന്ന് നോട്ടിഫിക്കേഷൻ ഇടുക. നിങ്ങൾ സംശയം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഏർപ്പെടുത്തുക. അപ്പോൾ ഞാൻ വീഡിയോ കാണുന്നതുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.